നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് കഴിക്കാൻ അരിയും ഗോതമ്പും ലഭ്യമാകാതിരുന്ന ക്ഷാമകാലത്ത് സർക്കാർ ജനങ്ങളോടൊരു ആഹ്വാനം നടത്തി. നിങ്ങൾ കാടുകളിലേക്കും മലകളിലേക്കും പോയി കപ്പയും കാച്ചിലും കൃഷി ചെയ്യൂ എന്ന്. അങ്ങനെ ആ ആഹ്വാനത്തിൻ്റെ പിന്നാലെ സത്യം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനു വേണ്ടി കയറിപ്പോയ മനുഷ്യരെയാണ് നമ്മൾ കുടിയേറ്റക്കാർ എന്നിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചക്കാരെ. അപ്പോൾ അങ്ങനെ അന്ന് വലിയ റിസ്ക് എടുത്ത് മലകളിലേക്കും വനങ്ങളിലേക്കും പോയ മനുഷ്യർ സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊരുപാട് നിയന്ത്രണങ്ങൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. അവർക്ക് അവരുടെ സ്ഥലം വിൽക്കാൻ നിയന്ത്രണമുണ്ട്, അവർക്ക് ജലലഭ്യതയുടെ പ്രശ്നമുണ്ട്, അവർക്ക് വിദ്യുച്ഛക്തിയുടെ പ്രശ്നമുണ്ട്, അവർക്ക് നല്ല ആശുപത്രികളുടെയും റോഡുകളുടെയും പ്രശ്നമുണ്ട്. ഒരു കണക്ക് പ്രകാരം നമ്മുടെ വനാതിർത്തികളിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.